Meet the editors. PMCയെ ചൊല്ലി അസാധാരണമായ പ്രതിഷേധമാണോ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം പിയാസുനിൽ കൂടി ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനത്തിൽ ചേരുന്നുണ്ട്. ഞാൻ പിയാസുനിലേക്ക് വരാം. അതിനു മുമ്പ് സ്മൃതിയിലേക്ക്. സ്മൃതി, ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. ഇത് എന്ത് ഗവൺമെൻറ് ആണെന്ന് ചോദിക്കുന്നത് ഈ ഇടതുപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട മുന്നണി പാർട്ടി CPIയുടെ ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ക്യാബിനറ്റ് കൂടുമ്പോഴും ഇങ്ങനൊരു ധാരണാപത്രത്തെക്കുറിച്ച് ധാരണയായ വിവരം മന്ത്രിമാർക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് ഇന്ന് ബിനോയ് വിശ്വം പറയുകയും ചെയ്യുന്നു. അസാധാരണമായ പ്രതിഷേധമാണോ? ഉറപ്പായിട്ടും അസാധാരണമായ പ്രതിഷേധമാണ്. ഇത് നമ്മൾ ഇന്നലെയാണല്ലോ ഇത് MOU ഒപ്പിട്ട്, നമ്മളേതായാലും മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ സമയത്താണ് MOU ഒപ്പിടുന്ന വാർത്ത വരുന്നത്. അപ്പോൾ അസാധാരണ പ്രതിഷേധമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് ഇന്ന് അപ്പോൾ ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഒപ്പിട്ട വാർത്ത ശരിയാണെന്നറിഞ്ഞപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ശരിയെങ്കിൽ എന്ന് പ്രതികരിക്കേണ്ടി വരികയാണ്. ആർക്കാണ് പ്രതികരിക്കേണ്ടി വരുന്നത്? മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിക്ക്. രാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാരിലെ രണ്ടാമത്തെ പാർട്ടിക്കാണ് ഈ ഒരു ഗതികേട് വന്നിരിക്കുന്നത്. ഞങ്ങളെ ഇരുട്ടിൽ നിർത്തിയിരിക്കുന്നു, ഞങ്ങളെ അപമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സർക്കാരാണോ എന്ന ചോദ്യം ചോദിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി രണ്ടാമത്തെ പാർട്ടിയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ MOUയുടെ കടലാസ് നമ്മുടെ കയ്യിലൊക്കെ കിട്ടിയല്ലോ. ഈ MOU ഒപ്പുവച്ചിരിക്കുന്നത് 16-ാം തീയതിയാണ്. ദ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് മെയ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് അറ്റ് ന്യൂഡൽഹി ഓൺ ദിസ് 16th ദ ഡേ ഓഫ് October 2025. ഇന്നലെ എന്താണ് തീയതി? 23. അപ്പോൾ ഒരാഴ്ച മുമ്പിട്ട MOU. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഒപ്പിട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നു, അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഒപ്പിടുന്നു. അത് എങ്ങനെയാണ്? ഞാൻ പറയുന്നു, ഈ കരാർ, ഈ ഒപ്പിടൽ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി മോദി കൂടിക്കാഴ്ചയിലാണ്. ഇവിടെ പല പദ്ധതികൾക്കും നമുക്ക് പണം തരുന്നില്ല എന്നൊരു സാഹചര്യം, ആ കാര്യം പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴാണ് ഈ ഒപ്പിടലിലേക്ക്, PM-ശ്രീ ഒപ്പിടലിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രി കാണുന്നുണ്ട്. PM-ശ്രീയുടെ കാര്യത്തിൽ PM-ശ്രീ ആണല്ലോ, PM-ൻ്റെ കാര്യമാണല്ലോ, PM-ൻ്റെ പദ്ധതിയാണ്, അതിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്ന കാര്യം അറിയിക്കുന്നു. ഫണ്ട് കിട്ടണമെങ്കിൽ അതിൽ ഒപ്പിടേണ്ടി വരും എന്ന് പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ ശേഷമാണ് ഈ തീരുമാനമുണ്ടായത്. അതിനുശേഷം നോക്കൂ, 22-ാം തീയതി മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. മിണ്ടിയിട്ടില്ല ഒരക്ഷരം. നാണംകെട്ട നിൽപ്പാണ് CPIയുടേത്. നാണംകെട്ട നിൽപ്പാണ്. അതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്, ഇതൊരു സർക്കാരാണോ, ഇതൊരു മുന്നണിയാണോ എന്ന്. LDF സർക്കാർ എന്നാൽ എന്താണ്, LDF എന്നാൽ എന്താണ് എന്ന് CPM-നെ പഠിപ്പിക്കേണ്ട അവസ്ഥ CPIക്ക് വന്നിരിക്കുകയാണ്. അത് അവരുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്നല്ല, ഇടതുപക്ഷ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് CPI അത് വ്യക്തമാക്കുന്നത്. ഇടതുപക്ഷ നിലപാട് CPM-നെ CPIക്ക് പഠിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം, അത് ഏറ്റവും നാണംകെട്ട അവസ്ഥയാണ്. ആ നാണംകെട്ട അവസ്ഥ CPIക്ക് മാത്രമല്ല, CPM-ന് കൂടിയുണ്ട്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും വാർത്താ സമ്മേളനം നടത്തിയല്ലോ. അദ്ദേഹം പറയുകയാണ്, ഇടത് മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾക്കനുസരിച്ചാണ് സർക്കാരുകൾ പ്രവർത്തിക്കുക എന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങൾ എന്തൊരു തെറ്റിദ്ധാരണയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇടത് മൂല്യങ്ങൾ, ഇടത് മുദ്രാവാക്യം അതൊന്നും നടപ്പാക്കാനല്ലാതെ മറ്റേതൊരു മുദ്രാവാക്യം നടപ്പാക്കുകയാണല്ലോ, മറ്റേതൊരു അജണ്ട നടപ്പാക്കുകയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാർ എന്തിന്? ഇടതുപക്ഷ സർക്കാരിനെ ഇടതുപക്ഷ മനസ്സുള്ളവർ വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇടതുപക്ഷ നിലപാട് നടപ്പാക്കുമെന്നുള്ളതുകൊണ്ടാണല്ലോ. ആ നിലപാട് ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല, ഞങ്ങൾ നിസ്സഹായരാണ്. പുതിയ കാലത്തിൽ എന്നാണ് പറയുന്നത്. പുതിയ കാലത്തിലെ മാറ്റം എന്ന് പറയുന്നത്, പുതിയ കാലത്തിലെ മാറ്റം എന്താണ്? പുതിയ കാലത്തിലെ മാറ്റം എന്ന് വെച്ചാൽ കേന്ദ്രത്തിന് വഴങ്ങുക, നയം മാറ്റിവെക്കുക, പണം വാങ്ങുക എന്നതാണോ പുതിയ കാലത്തെ മാറ്റം? അതാണോ പാർട്ടി സെക്രട്ടറി ഉദ്ദേശിച്ചിരിക്കുന്നത്? നോക്കൂ, ഈ MOU ഒപ്പിടുമ്പോൾ എനിക്ക് തോന്നുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബി പോലും ഇത് അറിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം പോലും പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനാവില്ല, പണം കിട്ടട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പറയുന്ന സമയത്തും ഇതിനകം ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം 2-3 ദിവസം മുമ്പാണല്ലോ വന്നത്. അപ്പോൾ ജനറൽ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല, CPI അറിഞ്ഞിട്ടില്ല, CPIയിലെ മന്ത്രിമാർ. ഇത് ബിനോയ് വിശ്വം കൃത്യമായി പറഞ്ഞു. 2 തവണ ക്യാബിനറ്റ് യോഗം ചേർന്നു. 2 തവണയുള്ള ക്യാബിനറ്റ് യോഗം 2024 അവസാനവും 2025-ലും 2 ക്യാബിനറ്റ് യോഗത്തിലും കൃത്യമായി CPI എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ നയപരമായ വിഷയമാണല്ലോ, അത് നമുക്ക് നയപരമായ വിഷയമായതുകൊണ്ട് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് കളവ് പറയുകയല്ലേ ചെയ്തിരിക്കുന്നത്, പറ്റിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വഞ്ചനയാണ് നടത്തിയിരിക്കുന്നത്. ആ വഞ്ചനയിൽ പ്രതിഷേധം CPIക്ക് മാത്രമല്ല, ചെറു പാർട്ടികളാണ്, മന്ത്രിമാരൊന്നും ഇല്ലെങ്കിലും RJDയും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്, ഞങ്ങളെയും പറ്റിച്ചു എന്ന്. ഇന്ന് NCPയുടെ മന്ത്രിയും പ്രതികരിച്ചിരിക്കുകയാണ്.
ഞങ്ങളെയും പറ്റിച്ചു, ഞങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന്. ശശീന്ദ്രൻ എന്ന് പറയുന്ന എല്ലാ കാലത്തും പിണറായി വിജയനൊപ്പം നിൽക്കുന്ന, CPM-നൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രിയും പറയുകയാണ് ഞങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ മുന്നണിയിലെ ചെറുകക്ഷികളടക്കം കുഞ്ഞു കുഞ്ഞു പാർട്ടികളൊക്കെ ചേർന്നിട്ടൊരു വലിയ വലിയ മുന്നണിയായിരിക്കുകയാണല്ലോ. അത്രയധികം പാർട്ടികളുണ്ടല്ലോ, 11 പാർട്ടികളുണ്ടല്ലോ. അപ്പോൾ അവരൊന്നും അറിയാതെ ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന ഒരു തീരുമാനത്തിന് പിന്നിൽ എന്താണ്? ഇനി പറയുന്നു കുട്ടികളെ അങ്ങനെ പെരുവഴിയിലാക്കാൻ പറ്റില്ല എന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. 2023 തുടങ്ങിയ പദ്ധതിയാണ്, 2027 വരെയുള്ള പദ്ധതിയാണ്. അതിൽ ഈ സർക്കാരിൻ്റെ അവസാന കാലയളവിൽ ഈ വഴിയാധാരമാകലിനെക്കുറിച്ചുള്ള ഈ ശ്വാസമുട്ട് എന്താണ്? ഈ 3 വർഷം എവിടെയായിരുന്നു ഈ ശ്വാസമുട്ടൽ? അപ്പോൾ ആ ശ്വാസമുട്ടലിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്, മറ്റെന്തോ ധാരണയുണ്ട്, മറ്റെന്തൊക്കെയോ വിട്ടുവീഴ്ചകളുണ്ട്. അതെന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. BJP നോക്കൂ, BJP ABVP നോക്കൂ. ആദ്യം തന്നെ വന്ന മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിക്കുന്നു, അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ അഭിനന്ദനവും വരുന്നു. ആ അഭിനന്ദനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ PM ശ്രീയൊക്കെ തന്നെയും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള ഓരോ വഴികളാണ്. ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് അവരുടെ കൃത്യമായ അജണ്ടയാണ്. അത് കൃത്യമായി നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത്ര സ്കൂളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ അപ്പോൾ ഈ പറയുന്ന ഫണ്ട്, പറയുന്ന വികസനം, സ്കൂളിൻ്റെ വികസനം ഒക്കെയാണ് പറയുന്നത്. ശരി, അതൊക്കെ അവിടെ നിൽക്കുന്നു. പക്ഷേ കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, കരിക്കുലത്തിലേക്ക് തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അത് പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? അതിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? ഞങ്ങളിതാ അവിടെ പഠിപ്പിക്കാത്ത പാഠങ്ങൾ ഇവിടെ ചേർത്തുകൊണ്ട് ഒരു പുതിയ പാഠപുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ശരിയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തോമസ് ഐസക്കിനെ പോലുള്ള വ്യക്തികൾക്ക് വളരെ ദുർബലമായിക്കൊണ്ട്, ഇവിടെ നമുക്കൊരു PT ഉണ്ടല്ലോ, നമുക്കിവിടുത്തെ അധ്യാപകരുണ്ടല്ലോ, അവരത് നടപ്പാക്കാതെ, അതായത് വേറെ കരിക്കുലും വേറെ ടെക്സ്റ്റ് ബുക്കും വന്നാൽ നമ്മളത് നടപ്പാക്കാതെ നമ്മളതിനെ പ്രതിരോധിക്കുമല്ലോ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ഇതൊന്നുമല്ല. ഇപ്പോൾ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. 15 പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് 2020 ഒരു പോസ്റ്റ്, ഈ വിദ്യാഭ്യാസ നയത്തെ വിമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു പോസ്റ്റ്, അത് വിശദമായി തന്നെ പറയുന്നു എന്തിനെയൊക്കെ എതിർക്കണം. അപ്പോൾ നമ്മൾ മുൻപ് എതിർത്തതിനെ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ എന്തിന് കീഴടങ്ങി എന്നൊരു വിഷയം കൂടിയുണ്ട്. അത് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇടത് സർക്കാർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം മുന്നേറിയിട്ടുണ്ട് സ്കൂളുകളുടെ കാര്യത്തിൽ നിന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടില്ല. അത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മുടെ സ്കൂളുകൾ എത്രത്തോളം ഉയർന്ന നിലവാരത്തിലുള്ളതാണ്, നമ്മുടെ വിദ്യാഭ്യാസം മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം മുന്നോട്ടുള്ളതാണ് എന്നുള്ള വിഷയമൊക്കെ അവിടെ നിൽക്കുന്നു. ഇനി അപ്പുറത്ത് ഉടനെ ഈ CPM-മായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇടത് സർക്കാരിൽ CPM എടുത്ത നിലപാടിനെ CPM വിമർശിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് നടപ്പാക്കിയല്ലോ എന്നാണ് പറയുന്നത്. കോൺഗ്രസ് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അന്ന് ഇത്രയും വലിയ വിട്ടുവീഴ്ചകൾ വേണ്ടി വന്നിരുന്നില്ല എന്നുള്ളതാണ്. കരാറിൽ ഇത്തരം ധാരണകൾ വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. രാജസ്ഥാൻ അങ്ങനെ ഒരു ന്യായീകരണമാണ് പറയുന്നത്. കർണാടകയാകട്ടെ BJP-യുടെ കാലത്താണ് അത് ഒപ്പിട്ടുള്ളത്. കോൺഗ്രസ് സർക്കാർ വന്ന ശേഷം അതിൽ ചില മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമമുണ്ട്. NEP നടപ്പാക്കില്ല എന്ന കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ അതല്ലല്ലോ ചോദ്യം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടപ്പാക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കണമെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾ ഇടതുപക്ഷമാണെന്ന് പറയുന്നു. BJP-ക്കെതിരെ നിങ്ങൾ നടത്തിയ സമരങ്ങളെ നിങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. ഇന്ന് SFI പറയുകയാണ് ഞങ്ങളുടെ ആശങ്ക അറിയിക്കുകയാണ്. അവരുടെ ഒരു ഗതികേട് നോക്കും, അവർക്ക് സമരത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. AIYF-ഉം മറ്റ് സംഘടനകളും പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തെരുവിലാണ്. ഇന്ന് MSF-ന്റെ പ്രതിഷേധവും കണ്ടു. ഒരു ഷൂ നക്കുന്ന പ്രതീകാത്മക സമരം, പിണറായി വിജയൻ്റെ മുഖംമൂടിയും അപ്പുറത്ത് മോദിയുടെ മുഖംമൂടിയൊക്കെ വെച്ചിട്ട് ഒരു തരത്തിൽ ആ രൂപത്തിലേക്കല്ലേ പോകുന്നത്? ആ വിട്ടുവീഴ്ച എന്താണ്? അത് അറിയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക്, വോട്ട് ചെയ്ത് ജയിപ്പിച്ച സാധാരണ ജനങ്ങൾക്ക് അതറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ തന്ത്രപരമായൊരു നീക്കമാണ് ഞങ്ങൾ നടത്തിയെന്നാണ് അവസാനം മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. എന്താണ് ആ തന്ത്രം? അത് പണം വാങ്ങിയിട്ട് ഞങ്ങളില്ല, കള്ളക്കളി എന്ന് പറഞ്ഞ് പോകാനാണോ? അങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെ എങ്ങോട്ടാണ് പോവുക? അപ്പോൾ ആ പറയുന്നതിലൊന്നും അർത്ഥമല്ല. നിങ്ങളുടെ തന്ത്രം എന്താണ്? നിങ്ങളുടെ തന്ത്രമാണോ നിങ്ങളുടെ വിരുദ്ധാണോ എന്നുള്ളത് CPI ആദ്യം ബോധിപ്പിക്കൂ. CPI എന്തായാലും എക്സിക്യൂട്ടീവ് ചേരുന്നു 27-ാം തീയതി. അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണോ എന്ന് ആലോചിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ CPI മന്ത്രിമാരോട് ഈ MOU ഒന്ന് നന്നായി പഠിക്കാൻ ബിനോയ് വിശ്വം പറഞ്ഞു എന്ന് കേൾക്കുന്നു. മന്ത്രിമാരെ ഒരു പക്ഷേ മാറ്റി നിർത്തുന്ന തീരുമാനത്തിലേക്ക് അടക്കം പോയേക്കുമെന്നുള്ള സൂചനകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അസാധാരണമായ പ്രതിഷേധമാണോ നമ്മൾ കാണുന്നത് എന്നതാണ് ചോദ്യം. സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും, ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. സുനിൽ, പല ഘട്ടങ്ങളിലും CPI-യുമായിട്ട് ഇടഞ്ഞിട്ടുണ്ട്. പാലക്കാട് ബ്രൂവറി വരുന്ന വിഷയത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്താണ് വലിയ പ്രതിഷേധം CPI-യുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ആ വിശദീകരണം ചോദിക്കുന്ന സമയത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും വിഷയം വരട്ടെ, ജലചൂഷണവുമായി ബന്ധപ്പെട്ട വിഷയം വരട്ടെ, അപ്പോൾ ആ നിലപാട് എന്താണെന്ന് നിങ്ങൾ അറിയും എന്നാണ് പറയുന്നത്. അപ്പോൾ തത്വത്തിൽ അതൊക്കെ പരിഹരിച്ചു, അതൊക്കെ അനുനയിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഏകജാലക ക്ലിയറൻസിലേക്ക് അത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ PM ശ്രീ പദ്ധതിയിൽ
CPIയുടെ എതിർപ്പ് നമ്മൾ ഇതേവരെ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ LDFിൽ കാണാത്ത തരം ഒരു പ്രതിഷേധമാണോ ഇപ്പോൾ കാണുന്നത്? തീർച്ചയായും ഇവിടെ ഒരു രാഷ്ട്രീയ മര്യാദയുടെ ഒരു പ്രശ്നമുണ്ട്. CPI എന്ന് പറയുന്നത് ഈ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ്. CPIഎമ്മിന് 62 സീറ്റേ ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ CPIയുടെ കൂടി പിന്തുണയിലാണ് ഈ സർക്കാരിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. ആ അർത്ഥത്തിൽ CPIയെ കൂടി വിശ്വാസത്തിലെടുത്ത് വേണം ഇതുപോലൊരു രാഷ്ട്രീയ വിഷയത്തിൽ സർക്കാർ തീരുമാനമെടുക്കേണ്ടിയിരുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ മര്യാദയുടെ വിഷയമുണ്ട് എന്നതാണ് CPI പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. CPM ആയാലും CPI ആയാലും ഈ രണ്ട് പാർട്ടികളുടെയും ഇക്കഴിഞ്ഞ പാർട്ടി കോൺഗ്രസുകളിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ വളരെ കൃത്യമായി ദേശീയ വിദ്യാഭ്യാസ നയത്തെയും ഒപ്പം തന്നെ ഈ PM ശ്രീ പദ്ധതിയെയും വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഈ രണ്ട് പദ്ധതികളും സംസ്ഥാനങ്ങളുടെ ഫെഡറൽ തത്വങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്, ഫെഡറൽ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ PM ശ്രീ പദ്ധതി ഒപ്പിടാനായി CPM ഇത്തരത്തിൽ തിടുക്കം കാണിച്ചത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തർക്കം CPIക്കിടയിലും CPMനിടയിലും നിലനിൽക്കുന്നത്, കേരളത്തിൽ LDFിനിടയിൽ നിലനിൽക്കുന്നത്. PM ശ്രീ പോലൊരു പദ്ധതി തീർച്ചയായും ഒരു രഹസ്യമായി പോയി ഒപ്പിട്ട് രഹസ്യമായി നടപ്പാക്കേണ്ടിയിരുന്ന ഒരു പദ്ധതിയല്ല. ഇതൊരു പൊളിറ്റിക്കൽ വിഷയമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത CPIM കാട്ടേണ്ടതായിരുന്നു. LDFിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഈ PM ശ്രീ പദ്ധതി ഒപ്പിടണം എന്നതിൻ്റെ ഒരു ആവശ്യകത മറ്റ് പാർട്ടികളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിവിടെ ഉണ്ടായില്ല. 2 തവണ മന്ത്രിസഭാ യോഗം ചേർന്നു. 2 തവണ മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് CPIയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LDF യോഗത്തിൽ ചർച്ച നടത്തി ഈ വിഷയങ്ങൾ പരിഹരിക്കാം എന്ന് CPIക്ക് കൃത്യമായി ഉറപ്പ് അന്ന് സർക്കാർ നൽകിയിരുന്നു. പക്ഷേ LDF യോഗം വിളിച്ചില്ല. LDF യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തില്ല. ഇന്ന് CPI ആയാലും മറ്റ് സഖ്യകക്ഷികളായാലും അറിയുന്നത് ഈ PM ശ്രീ പദ്ധതി ഒപ്പിട്ട ശേഷമാണ് ഇങ്ങനെയൊരു നടപടി സർക്കാർ സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ അറിയുന്നത്. അതാണ് ഇന്ന് ബിനോയ് വിശ്വം പറഞ്ഞത്. അസ്വാഭാവികമായ അസാധാരണ നീക്കം CPIM നടത്തി. എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തി എന്നത് ബിനോയ് വിശ്വം ചോദിക്കുന്നത്. അതിന് അസ്വാഭാവികമായ നീക്കം എന്നാണ് ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും ആ ഒരു അർത്ഥത്തിൽ മന്ത്രിസഭയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI ഉയർത്തിയിരിക്കുന്ന ആശങ്ക അല്ലെങ്കിൽ CPI ഉയർത്തിയിരിക്കുന്ന പ്രതിഷേധം, CPI നടത്തിയിരിക്കുന്ന ഇന്നത്തെ വാർത്താ സമ്മേളനം ഒരു അസാധാരണ നീക്കം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഇനി CPI എങ്ങനെ മുന്നോട്ട് പോകും എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. 27-ാം തീയതി CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷം LDF യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുമായിരിക്കും. ഏതായാലും ഒരു കടുത്ത തീരുമാനത്തിലേക്കൊന്നും CPI പോകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം മറ്റു പാർട്ടികൾ ഇപ്പോൾ NCPയും സർക്കാരിൻ്റെ ഈ തീരുമാനം അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നണിയിലെ സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ CPIM ഏകപക്ഷീയമായി ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. അതും രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ എന്നത് തീർച്ചയായും മറ്റ് മുന്നണികളെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത് LDFിൽ ഒരു വലിയ പൊട്ടിത്തെറിയുടെ സാഹചര്യങ്ങൾ വേണമെങ്കിൽ സൃഷ്ടിക്കാം. അതൊക്കെ ഇനി CPIയുടെയും മറ്റ് പാർട്ടികളുടെയും നിലപാടിനനുസരിച്ചിരിക്കും. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ 2 മാസം കൂടിയായിരിക്കും ഒരുപക്ഷെ ഇതേ രീതിയിൽ മുന്നോട്ട് പോകുക. കാരണം അത് കഴിയുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലേക്ക് പോകും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് വരും മാർച്ച് മാസം മുതൽ. അതുകൊണ്ടൊരു വലിയ സമയമൊന്നും ഈ സർക്കാരിൻ്റെ കാലത്ത് ഇനിയില്ല. അപ്പോഴാണ് PM ശ്രീ പോലൊരു പദ്ധതി രാഷ്ട്രീയമായി CPIM ആയാലും CPI ആയാലും ശക്തമായി എതിർക്കുന്ന PM ശ്രീ പോലൊരു പദ്ധതി ഒപ്പിടുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതെങ്ങനെ ഇനി LDFിനകത്ത് ഒരു വലിയ പൊട്ടിത്തെറിയായി മാറും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും CPIയുടെ ഇന്നത്തെ നിലപാട് എന്നത് കടുത്ത നിലപാടാണ്. ഒരു മുന്നണിയുടെ സാഹചര്യത്തിലും പ്രത്യേകിച്ച് കഴിഞ്ഞകാല ചരിത്രമൊക്കെ പരിശോധിച്ചാൽ മുന്നണി വിട്ടുപോകുന്ന പാർട്ടികളാണ് ഈ രീതിയിലൊക്കെ തന്നെ വലിയൊരു പ്രതിഷേധം ഉയർത്തിയ കാഴ്ച നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളത്. ഏതായാലും മുന്നണി വേണമെങ്കിൽ വിട്ടുപോകാം എന്നൊക്കെ പറയുന്ന തരത്തിലാണ് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുക. അത്രയ്ക്ക് രൂക്ഷമായ വിമർശനമാണ്. ഇതെന്തൊരു സർക്കാരാണെന്നാണ് ബിനോയ് വിശ്വം ചോദിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ബിനോയ് വിശ്വം ചോദിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ബിനോയ് വിശ്വത്തെ കൂടി ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയെ കൂടി ബോധ്യപ്പെടുത്തി സർക്കാർ മുന്നോട്ട് പോകേണ്ടതായിരുന്നു. എന്തിന് ഇത് ഇത്രയും ദിവസം രഹസ്യമാക്കി വെച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് രഹസ്യമായി നടപ്പാക്കേണ്ട പദ്ധതിയല്ല.
ഇത് രഹസ്യമായി ഒപ്പിടേണ്ട ഒരു പദ്ധതിയല്ല എന്നതാണ് എൻ്റെ ഇക്കാര്യത്തിൽ ഒരു ബോധ്യം. ഇനി കോൺഗ്രസ് ഇപ്പോൾ CPI മുന്നണി വിട്ടു വരാനൊക്കെ ആവശ്യപ്പെടുന്നത് ഇന്ന് VD സതീശന്റെ വാക്കുകളിൽ നിന്ന് കേട്ടു. അതിന് ധാർമ്മികമായി എന്തെങ്കിലും ഒരു അവകാശം VD സതീശന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാൻ ശേഷിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഈ പദ്ധതി ആദ്യം തന്നെ ഒപ്പിട്ടത് രാജസ്ഥാനാണ്. അതിനുശേഷം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഈ പദ്ധതി ഒപ്പുവെച്ചത്. പിന്നീട് 2 സംസ്ഥാനങ്ങൾ കൂടി നടപ്പാക്കുന്നുണ്ട്, കർണാടകത്തിലും അതുപോലെ തന്നെ തെലങ്കാനയിലും. അതിപ്പോൾ അതിന് മുൻപുള്ള സർക്കാരുകളുടെ കാലത്താണ് എന്ന് നമുക്ക് വാദിക്കാം. ഏതായാലും കോൺഗ്രസിന്റെ 4 സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും കേരളത്തിൽ 47 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതിനകം PM ശ്രീ നടപ്പാക്കുന്നുണ്ട്. അത് കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയയിലും ഒക്കെ തന്നെ ഈ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ആ പദ്ധതി കഴിഞ്ഞ 3 വർഷമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടരുന്ന ഒരു പദ്ധതി തന്നെയാണ്. ഏതായാലും ഇന്ന് ശിവൻകുട്ടി വളരെ തന്ത്രപരമായ നീക്കം എന്നൊക്കെ ഇക്കാര്യത്തിൽ പറഞ്ഞു. മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ MOAയുടെ തുടക്കത്തിൽ തന്നെ ഇത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം എന്ന് പറയുന്നുണ്ട് MOAയിൽ. എങ്ങനെയായിരിക്കും ഇനി ഇതൊക്കെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും തെരഞ്ഞെടുപ്പ് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് തീർച്ചയായും രാഷ്ട്രീയമായി സർക്കാരിന് എത്രത്തോളം ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. കാരണം BJPയും CPIയും തമ്മിൽ ഒരു അന്തർധാര സജീവമാണ് എന്നൊക്കെയാണ് വലിയ രാഷ്ട്രീയ വിമർശനം, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDF പ്രത്യേകിച്ച് CPIM ഒക്കെ തന്നെ കേരളത്തിൽ നേരിടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം, മറ്റു പല സ്ഥലങ്ങളിലും BJP 1ാം സ്ഥാനത്ത് എത്തിയ ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ രാഷ്ട്രീയമായി CPMനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് തിടുക്കം കാട്ടി ഇങ്ങനെയൊരു ഒപ്പുവെക്കൽ ഉണ്ടായത് എന്നത് തീർച്ചയായും പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഈ ഒരു PM ശ്രീ പദ്ധതി ഒപ്പിട്ട രീതി ശരിയായില്ല എന്ന കാര്യത്തിൽ എനിക്ക് വളരെ ശക്തമായൊരു അഭിപ്രായമുണ്ട്. ഇക്കാര്യത്തിൽ LDFിലെ എല്ലാ കക്ഷികളെയും ബോധ്യപ്പെടുത്തി അവരുമായി സംസാരിച്ച് എന്ത് സാഹചര്യത്തിൽ ഇങ്ങനെയൊരു നീക്കം നടത്തണം എന്ന കാര്യം അവർ ബോധ്യപ്പെടുത്തേണ്ടതായും. തീർച്ചയായും പണം ആവശ്യമാണ്, കാരണം അതൊരു റിയാലിറ്റിയാണ്. ഈ ഒരു PM ശ്രീ പദ്ധതി ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് കേരളത്തിന് 1500 കോടി രൂപ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ജൂൺ മാസത്തിൽ അടുത്ത അധ്യയന വർഷം ആരംഭിക്കും. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ പണം നൽകിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് യൂണിഫോം ഇല്ല, നിങ്ങൾക്ക് ഉച്ചക്കഞ്ഞിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റടിസ്ഥാന സൗകര്യങ്ങളില്ല, പെൻസിലില്ല, റബ്ബർ ഇല്ല എന്ന് പറഞ്ഞിരിക്കാൻ സർക്കാരിന് സാധിക്കില്ല. മറ്റ് പല പദ്ധതികളുടെ കാര്യത്തിലും ഇങ്ങനെയൊരു പ്രതിസന്ധിയുണ്ട്. ചില സംസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നയം മറ്റ് പല പദ്ധതികളിലുമുണ്ട്. അങ്ങനെ ഒരുപാട് പണം സംസ്ഥാന സർക്കാരിന് കിട്ടാനുണ്ട്. നോക്ക്, കേന്ദ്ര വിഹിതത്തിന് വേണ്ടി കേരള സർക്കാരിന് സുപ്രീം കോടതിയിൽ പോകേണ്ട സ്ഥിതി വന്നില്ലേ? വായ്പാ പരിധി കൂട്ടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി വരെ പോകേണ്ട ഒരു സ്ഥിതി വന്നില്ലേ? അപ്പോൾ ഇത്തരമൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇനി PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്നത് പറഞ്ഞതുകൊണ്ട് ഇനി SSA വഴി കേരളത്തിന് കിട്ടേണ്ട 1500 കോടി രൂപയ്ക്ക് വേണ്ടി ഇനി സർക്കാരിന് സുപ്രീം കോടതി വരെ കേസ് നടത്തേണ്ടി വരുമോ? അങ്ങനെ നടത്തി എന്നീ പൈസ കിട്ടും? അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളത്തിന്റെ വികസന രംഗത്ത്, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൻ്റെ അടുത്ത ലെവലിലേക്ക് ഇത് ഉയർത്തിക്കൊണ്ടുപോകാനും ഒക്കെ തന്നെ സാമ്പത്തിക ആവശ്യമുണ്ട്. അപ്പോൾ ആ ആവശ്യത്തിന് തീർച്ചയായും ചില വിട്ടുവീഴ്ചകൾ സംസ്ഥാന സർക്കാരിനും നടത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അപ്പോഴും അങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ ഇത്രയും പൊളിറ്റിക്കൽ സെൻസിറ്റീവായൊരു വിഷയത്തിൽ പൊളിറ്റിക്കലി 2 പാർട്ടികളുടെയും പാർട്ടി കോൺഗ്രസും ദേശീയ നേതൃത്വവും ഒരു നിലപാടെടുത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ CPIM CPI പോലുള്ള പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാതെ അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താതെ ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയതിൽ തീർച്ചയായും ഒരു അസ്വാഭാവികതയുണ്ട് എന്ന CPIയുടെ വിമർശനം അത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊരു അസാധാരണ പ്രതിഷേധം തന്നെയാണ് CPI ഉയർത്തിയിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സുജയയിലേക്ക് എത്തിയാൽ, സുജയ, അസാധാരണമായൊരു പ്രതിഷേധമാണോ ഇപ്പോൾ കാണുന്നത്? കാരണം വന്നു പറയുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒന്ന് പറയുന്നു ഇതെന്തൊരു സർക്കാരാണ് എന്ന് പറയുകയും തൊട്ടടുത്തിരിക്കുന്ന GRNL നോക്കിയിട്ടാണ് പറയുന്നത് ഈ മന്ത്രി ഈ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല, മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യങ്ങളൊന്നും വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അസാധാരണമായ പ്രതിഷേധമാണോ? അസാധാരണമായ പ്രതിഷേധമാണ്, അല്ലെങ്കിൽ ഒരു മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന നീക്കങ്ങളാണ് CPI നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും തുടർഭരണം വേണമെന്നുള്ളത് CPIഎമ്മിന്റെ മാത്രം ആവശ്യമാണോ എന്നാണ് ഇന്ന് CPIയുടെ ഈ പ്രസ്താവന യുദ്ധങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം സർക്കാരിന്റെ 2ാം പിണറായി സർക്കാരിന്റെ അവസാന മാസങ്ങളിലേക്ക് കടക്കുന്ന വേളയിലാണ് ഈ പ്രതിഷേധം വരുന്നത്. ചിലർ പറയുന്നത് ഇതൊരു ഐവാഷാണ്, ശബരിമല സ്വർണ്ണപ്പാളി വിഷയം, അതിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ മുന്നണിക്കുള്ളിലെ മറ്റൊരു വിഷയം എടുത്തിട്ടുകൊണ്ട് അതിന്മേലേക്ക് ചർച്ച വഴിമാറ്റി വിടാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും PM
എം ശ്രീയിലേക്ക് ചർച്ച വഴിമാറ്റി വിടാനായിട്ടുള്ള ബോധപൂർവമായ ഒരു നീക്കമാണ്. ബിനോയ് വിശ്വം അങ്ങനെ സബ്മിസീവായി എപ്പോഴും പിണറായി വിജയന് മുന്നിൽ നിൽക്കുന്നയാളാണ്, വെളിയത്തിൻ്റെ ഒന്നും ഒരു കാരിസ്മയൊന്നും ബിനോയ് വിശ്വത്തിനില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ബിനോയ് വിശ്വം ഇത് ഒരു സർവൈവലിന് വേണ്ടി നടത്തുന്ന, അതായത് CPI എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടി, അതിൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുകയാണ്. കാരണം ഒരു മുന്നണിയിൽ ഉണ്ടായിട്ടും അവരോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത്, ഇപ്പോൾ VD സതീശനോടോ രാജീവ് ചന്ദ്രശേഖരനോടോ പറഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. മുന്നണിക്കുള്ളിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയോട് ഒന്നും പറഞ്ഞില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾ വാർത്ത കണ്ടാണ് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ ജനറൽ പബ്ലിക്കിനെ പോലെ ട്രീറ്റ് ചെയ്തു CPI എന്നുള്ളത് അവരുടെ ഒരു ആശങ്ക തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധങ്ങളൊക്കെ അവർ ഉയർത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ മാഡം സൂചിപ്പിച്ചല്ലോ MOU എക്സിക്യൂട്ട് ചെയ്തതിനെക്കുറിച്ച്. 16-ാം തീയതി ഈ ധാരണാപത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് കേന്ദ്ര സർക്കാർ ഈ ധാരണാപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ധാരണാപത്രം കൈമാറിയിരിക്കുന്നത് ഇന്നലെയാണ്. അത് K. വാസുകി തന്നെ നേരിട്ട് ഡൽഹിയിലെത്തി കൈമാറുകയാണ് ചെയ്തത്. ഒരുപക്ഷേ കേരളത്തിൽ വിറ്റ്നസ്സായൊക്കെ ഒപ്പിട്ടിരിക്കുന്ന ആളുകളൊക്കെ കേരളത്തിൽ വെച്ചായിരിക്കാം അതിൽ ഒപ്പിട്ടിട്ടുണ്ടാവുക. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് മാഡം, ഒരാഴ്ചക്കാലം ഈ ധാരണാപത്രം നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്നിട്ടും ആ ബിനോയ് വിശ്വത്തെ അതൊന്ന് കാണിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. കാരണം തൊട്ടടുത്തല്ലേ CPIയുടെ ഓഫീസൊക്കെ ഇരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് അതൊന്ന് കാണിക്കുക. ഇതൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് വാട്സാപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ. ഇന്ന് മാധ്യമങ്ങൾക്കൊക്കെ ഒരു 5:30 ആയപ്പോഴേക്കും ഈ ധാരണാപത്രം കിട്ടുന്നുണ്ട്. അപ്പോഴും ബിനോയ് വിശ്വം വാർത്താസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ MOU ഇല്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗതികേട് ഓർത്തിട്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ സഹതാപമാണ് തോന്നിയത്. കാരണം CPIയോട് ഇന്ന് കേരളം സഹതപിക്കുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ചും എല്ലാ വിഷയങ്ങളിലും ഭാരതാംബ വിഷയത്തിലടക്കം വലിയ പ്രതിഷേധവുമായി V. ശിവൻകുട്ടിക്ക് പിന്നിൽ അണിനിരന്ന പാർട്ടിയാണ് CPI. CPIയുടെ ആ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള CPIയോട് V. ശിവൻകുട്ടി പോലും ഒന്നും പറഞ്ഞില്ല, എല്ലാം മറച്ചുവെച്ചു, ഞങ്ങളെ ഒന്നും അറിയിച്ചില്ല എന്നവർ പറയുമ്പോൾ അവരോടൊരു സഹതാപം തോന്നും. ഒരു സഹതാപ തരംഗം ഇന്ന് കേരളത്തിൽ അടിക്കുന്നുണ്ട്. അത് CPIക്ക് നേരെയാണ്. ആ സഹതാപ തരംഗം ഏറ്റവും കൂടുതൽ ഇപ്പോൾ രേഖപ്പെടുത്തി നമ്മൾ കാണുന്നത് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് ഈ അവസരം നോക്കി CPIയെ വലിച്ചിപ്പുറത്തോട്ടിടാനായി നോക്കുകയാണ്. കാരണം തുടർ ഭരണത്തിലേക്ക് പോകുന്നതിന് പകരം മുന്നണിക്കുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഒരു വിശ്വാസ്യതയില്ലാത്ത മുന്നണിയായി തന്നെ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരസ്പരമുള്ള കൂട്ടുത്തരവാദിത്തം മറക്കുന്ന മുന്നണിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് മറുഭാഗത്ത് നിൽക്കുന്ന അടൂർ പ്രകാശിനും VD സതീശനും KC വേണുഗോപാലിനും സണ്ണി ജോസഫിനും ഒക്കെ ആയുധം കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ സ്വന്തം മുന്നണിയുടെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന നീക്കങ്ങളാണ് ഈ പ്രതിഷേധങ്ങളിലൂടെ ഇപ്പോൾ CPI നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കരുതുന്നില്ല ഒരുപാട് കാലം ഇങ്ങനെ അങ്ങ് തുടർന്നു പോകാൻ CPIക്ക് കഴിയുമെന്ന്. പ്രത്യേകിച്ചും LDF എന്താണെന്നൊക്കെ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ ഈ LDF ഉണ്ടെങ്കിലേ CPI ഉള്ളൂ. അല്ലാതെ CPIക്ക് രാജ്യത്തുള്ള CPIയുടെ പ്രസക്തി എന്താണ്? CPI ഇന്ന് ഇപ്പോൾ ഇത് എല്ലാ പാർട്ടികളെയും വെച്ച് നോക്കുമ്പോൾ CPIക്കുള്ള ആകെയുള്ള വോട്ട് ഷെയർ എത്ര ശതമാനമാണ്? CPIയുടെ രാജ്യത്തെ പ്രസക്തി എന്താണ്? രാജ്യത്തിൻ്റെ ഒരു പ്രസക്തിയിൽ അല്ല, രാജ്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ LDFനെ കുറിച്ച് ചിന്തിക്കുന്നത്, ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് CPI പറയുമ്പോൾ രാജ്യത്തുള്ള CPIയുടെ സാന്നിധ്യം എന്താണ് എന്ന ഒരു ചോദ്യം മറുഭാഗത്ത് CPIഎമ്മിന് ന്യായമായും ഉയർത്താവുന്നതേ ഉള്ളൂ. ഇവിടെയും CPIഎമ്മിനൊപ്പം നിന്നുകൊണ്ട് അല്ലാതെ CPIക്ക് എത്രത്തോളം എക്സിസ്റ്റൻസ് ഉണ്ട്, എത്രത്തോളം വോട്ട് ഷെയർ പോസിബിൾ ആണ് എന്ന ഒരു കാര്യം കൂടി CPI ആലോചിക്കണം. CPI ഈ പറയുന്ന വലിയ മേനിനടിക്കലിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ഗ്രൗണ്ട് സപ്പോർട്ട്, ഗ്രൗണ്ടിൽ എത്രത്തോളം CPI ആക്റ്റീവാണ്, CPIയുടെ ബൂത്ത് കമ്മിറ്റികൾ ആക്റ്റീവാണ്, CPIക്ക് എത്രത്തോളം ഒരു റോൾ പ്ലേ ചെയ്യാൻ കഴിയും കേരള രാഷ്ട്രീയത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -CPIഎം വലിയ ബുദ്ധിമുട്ടാണ് എന്നതാണ് നിലവിലെ കേരള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം CPIയുടെ പോക്കറ്റ്സിലേക്കൊക്കെ കൃത്യമായി BJP കടന്നു കയറിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതുമാണ്. എങ്ങനെയാണ് VS സുനിൽകുമാറിനെ പോലെയുള്ള ഒരു അതികായൻ തൃശ്ശൂരിലെ ജനകീയനായ ഒരാൾ തോൽപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അയാൾ തോറ്റതാണെന്ന് ഞാൻ കരുതുന്നില്ല. VS സുനിൽകുമാർ തോൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ തോൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് CPI കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ടുകളിലടക്കം അത് വരികയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനോട് ആർക്കെങ്കിലും എതിർപ്പ് പറയാൻ കഴിയുമോ? അതിപ്പോൾ BJPക്കായാലും കോൺഗ്രസിനായാലും ലീഗിനായാലും CPIഎമ്മിനായാലും CPIക്കായാലും ഒരേ അഭിപ്രായമേ പറയാൻ കഴിയുള്ളൂ. കാരണം ഏത് സർക്കാർ വന്നാലും സ്കൂളുകൾ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പ്രോഗ്രസ്സിലേക്കുള്ള അടിസ്ഥാന ശിലയാണ്. അതിൽ മെച്ചം വരുന്ന ഒരു നീക്കമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ഞങ്ങളെ അറിയിച്ചില്ല, കൂട്ടുത്തരവാദിത്തമില്ല, ഇതാണോ LDF എന്നൊക്കെ ചോദിക്കുന്ന വാദങ്ങൾക്കപ്പുറം സ്കൂളുകൾ മെച്ചപ്പെടുകയല്ലേ എന്ന് സാധാരണക്കാരൻ തിരിച്ചു ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കൈയടി കിട്ടാൻ പോകുന്നത് CPIഎമ്മിനും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്കുമായിരിക്കും. ഒരു സ്കൂളിന് ശരാശരി 1.13 കോടി വീതം ഓരോ വർഷവും ചെലവാക്കുന്ന പദ്ധതിയിൽ അടുത്ത 2 വർഷക്കാലത്തേക്ക് അതിന് പ്രയോജനം കിട്ടുകയാണ്. ഈ MOU അനുസരിച്ച് 2027 മാർച്ച് 31 വരെയാണ് ഈ MOU കാലാവധി. അപ്പോൾ ഇതിനകം കുടിശ്ശികയായിട്ടുള്ള തുകയടക്കം കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ 60:40 അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ചെലവ് വഹിക്കുമ്പോൾ ഇവിടെ CPI ചോദിക്കുന്നത് കേരളം പണം മുടക്കി 40% പണം കേരളമാണല്ലോ മുടക്കുന്നത്. അപ്പോൾ അങ്ങനെ വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണോ എന്ന് CPI ചോദിക്കുമ്പോൾ അത് ഈ മാറിയ കാലത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കുകയല്ല, പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കുമെന്നുള്ള ഒരു വലിയ പ്രചാരണമാണ് ഇവിടെ നടന്നിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുകയാണ്. ഇത്രയും കാലം ഈ ദേശീയ വിദ്യാഭ്യാസ നയം
നയം എന്ന് പറയുന്നത് RSS അജണ്ടയാണെന്ന് ഒന്നിച്ചു വാദിച്ചുകൊണ്ടിരുന്ന രണ്ട് കക്ഷികൾ CPIM-ഉം CPI-യും. അതിൽ CPIM-ന് നയം മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വസ്തുതകൾ തിരിച്ചറിയുകയാണ്. വസ്തുതകൾ തിരിച്ചറിയുന്ന, വികസനത്തിന് വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് തിരിച്ചറിയുന്ന CPIM-നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതിന് പകരമാണ് CPI കിടന്ന് ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഈ എതിർപ്പ് കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ഈ ഒപ്പിട്ട MOU റദ്ദാകുമോ? ഒരിക്കലുമില്ല. ഈ MOU-യുമായി, ഈ പദ്ധതിയുമായി, ഈ പണം വാങ്ങലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പാഠ്യപദ്ധതിയോ പുസ്തകങ്ങളോ മാറുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമൊന്നും അവിടെ ആരും കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നില്ല. പ്രീഫിക്സായി PM ശ്രീ എന്ന് ചേർക്കുന്നു. അതിപ്പോൾ മറ്റു സ്കൂളുകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ബദൽ പാഠപുസ്തകമടക്കം പുറത്തിറക്കിയ സംസ്ഥാനമാണ്. ഒഴിവാക്കിയ പാഠപുസ്തകങ്ങൾക്ക് പകരം, പാഠഭാഗങ്ങൾക്ക് പകരം ബദൽ പാഠപുസ്തകം ഇറക്കി അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയ തങ്ങളുടെ കാര്യം അത് CPI മറന്നുപോയോ എന്ന ചോദ്യം അവിടെ വി ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല CPI ഭരിക്കുന്ന കൃഷിവകുപ്പിലും ഇതുപോലെ തന്നെ PM ശ്രീ അല്ല PM ഫണ്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒപ്പിട്ട് വാങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല. വിദ്യാഭ്യാസ മന്ത്രി ചെയ്താൽ അത് കുറ്റം എന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ PM പോഷൺ ആയാലും PM ഉഷയായാലും അങ്ങനെ 82 കേന്ദ്ര പദ്ധതികളിൽ 17 എണ്ണത്തിന്റെയും പ്രീഫിക്സായി PM എന്നുണ്ട്. പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്, അല്ലാതെ നരേന്ദ്രമോദി NM എന്നല്ല. ഇവർക്ക് തെറ്റിപ്പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് CPIക്ക്. കാരണം നരേന്ദ്രമോദി എന്ന് കേൾക്കുമ്പോഴാണല്ലോ ഈ ഹാലിളക്കം ഉണ്ടാകുന്നത്. അത് അവർ മനസ്സിലാക്കണം. നരേന്ദ്രമോദി എന്നല്ല, പ്രധാനമന്ത്രി PM എന്നാണ്, NM എന്നല്ല. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങളൊക്കെ വരും. പിന്നെ ഈ പാഠ്യപദ്ധതി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം അത് NEP-യുടെ പേജ് 17 സെക്ഷൻ 4 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാഠ്യപദ്ധതി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ NEP-യുടെ ഈ സ്ട്രക്ചറിലുള്ള പ്രതിഷേധം അതും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അധ്യാപക ശാക്തീകരണം, അതുപോലെ തന്നെ എൻറോൾമെന്റ്, ത്രിഭാഷാ പദ്ധതി, ഇതൊക്കെ കേരളം പണ്ടേ നടപ്പാക്കിയതാകുമ്പോൾ അതിന്മേൽ ഇനിയും എതിർപ്പെന്തിനാണ് എന്ന് ചോദിക്കുന്നു. 1476 കോടി 13 ലക്ഷം രൂപ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒപ്പിടുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ PM ശ്രീ ഒപ്പുവെച്ചാലും SCERT സിലബസ് പഠിക്കാനാകും. മാഡം നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് സർക്കാരുകളുടെ കാര്യം അവരും ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല മാഡം, അവിടെ തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ അവിടുത്തെ സംസ്ഥാന സിലബസാണ് PM ശ്രീ നടപ്പാക്കിയതിനു ശേഷം പിന്തുടരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും ലീഗും ഒക്കെ ശരിക്കും പറ്റിക്കുകയാണ് മലയാളികളെ. കാരണം അവരൊക്കെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതാത് സംസ്ഥാന സിലബസ് PM ശ്രീയുടെ ഫണ്ട് വാങ്ങിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വി ശിവൻകുട്ടി അതിവിടെ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും വി ശിവൻകുട്ടിയെ അങ്ങ് ക്രൂശിലേറ്റാം എന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഡോക്ടർ അരുൺ. ഇവിടെ ഈ പദ്ധതി നടപ്പാകുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് CPI ഇനി എത്ര സമരം ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം MOU ഒപ്പിട്ടിരിക്കുകയാണ്. ഇതിൽ കൃത്യമായി ക്ലോസിൽ പറയുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസിക്കാണ് ഇക്കാര്യത്തിൽ ഇംപ്ലിമെന്റേഷനിലും ഫംഗ്ഷണൽ ആസ്പെക്ട്സിലും ഒക്കെ മാറ്റം വരുത്താനായിട്ട് കഴിയുക. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഡയറക്റ്റീവ്സ് അനുസരിച്ചാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ സംസ്ഥാനത്തിന്റെ പാഠ്യപദ്ധതിയാണ്, സംസ്ഥാനത്തിന്റെ കൃത്യമായിട്ടുള്ള തീരുമാനം അവിടെ നടപ്പാക്കാൻ സാധിക്കും. അതെല്ലാം ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ, ഉന്നത വിദ്യാഭ്യാസ, കാർഷിക രംഗങ്ങളിലേതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ഈ പദ്ധതിയും PM ശ്രീയും നടപ്പാക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിലുമെല്ലാം ഈ MOU അനുസരിച്ച് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക. സിലബസ് ഡൈല്യൂട്ട് ചെയ്യുകയല്ല, സംസ്ഥാനത്തിൻ്റെതായ സിലബസ് അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ PM ശ്രീ സ്കൂളുകൾ അവിടെ മറ്റ് സ്കൂളുകളുമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മെച്ചപ്പെടുത്തേണ്ട സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചോയ്സും സംസ്ഥാന സർക്കാരിനാണ് എന്നതുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡൽഹി ജൂറിസ്ഡിക്ഷനിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കേസുകളൊക്കെ നടക്കുക. അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ കാര്യം ഇത് ചോദ്യങ്ങളായി ഉന്നയിക്കുകയും ശിവൻകുട്ടിയെ ഇങ്ങനെ ക്രൂസിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് അതുകൂടി ഞാനൊന്ന് പറയാം. ഇവിടെ തമിഴ്നാട് വാങ്ങിയെടുത്ത തുകയെക്കുറിച്ച് പറയുന്നു. PM ശ്രീ പദ്ധതിയിൽ ചേരാൻ താല്പര്യമില്ല എന്ന് തമിഴ്നാട് പറയുന്നു. എന്നിട്ട് തമിഴ്നാട് കേസിന് പോയല്ലോ, നിങ്ങൾക്ക് കേസിന് പോയിക്കൂടെ? കോൺഗ്രസിന്റെ വാദമാണത്. അപ്പോൾ തമിഴ്നാട് കേസിന് പോയത് RTE നിയമപ്രകാരമാണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിയമപ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട 538 കോടി രൂപയാണ് ഈ മാസം 3-ാം തീയതി നേടിയെടുത്തത്. കേരളത്തിന് അത് ആവശ്യമില്ല. കേരളം ആ ഒരു പദ്ധതിയിലൂടെ അല്ല നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാടിന്റെ മോഡൽ ഉണ്ടല്ലോ എന്ന് പറയുന്നതിനകത്തും ഒരു കാര്യവുമില്ല എന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും PM ശ്രീ പദ്ധതിയുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും. നേരത്തെ ബിനോയ് വിശ്വത്തെ VS അച്യുതാനന്ദനൊക്കെ വിളിച്ച വാക്കുകളൊക്കെ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതായിരിക്കും വരാൻ പോവുക. എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് CPIക്ക് പോകേണ്ടി വരും. അല്ലാതെ പ്രതിഷേധം കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അസാധാരണ പ്രതിഷേധമോ എന്നാണ് ചോദ്യം. ഞാൻ എൻ്റെ നിലപാടിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൽ പ്രതിഷേധത്തിലുള്ള രണ്ട് സംഘടനകളെക്കുറിച്ച് തന്നെ പറഞ്ഞു പോകണം. ഒന്ന് കോൺഗ്രസ് അഥവാ UDF-ൻ്റെ പ്രതിഷേധമുണ്ട്. മറ്റൊന്ന് മറുഭാഗത്ത് AISF-ഉം AYF-ഉം പ്രതിഷേധത്തിനിറങ്ങുന്നു. CPI വിമർശനം കടുപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ CPI-യുടെ വിമർശനം രാഷ്ട്രീയമായി ന്യായീകരിക്കത്തക്കതാണെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രതിഷേധത്തിൻ്റെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുക തന്നെ വേണം.
PMC പദ്ധതി വന്നാൽ എതിർക്കുമെന്ന് പറഞ്ഞ് KSUവും യൂത്ത് കോൺഗ്രസും കോൺഗ്രസിലെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇന്ന് പ്രതികരണം നടത്തുന്നത് കണ്ടു. അതിലൊരു പ്രധാന പ്രതികരണം നടത്തിയത് KPCC അധ്യക്ഷനാണ്. എന്താണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട, നേരത്തെ സ്മൃതിയും അത് സൂചിപ്പിച്ചു, എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്തത്, എന്താണ് കോംപ്രമൈസ് ചെയ്തത് എന്നാണ് ചോദ്യം. ഇതേ ചോദ്യം ഞാൻ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ടിനോട് ചോദിക്കുകയാണ്. 2022 ഒക്ടോബർ മാസത്തിൽ അന്ന് അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ ഗവൺമെൻറ്റിലെ പ്രൈം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച രണ്ടാമത്തെ നിര സ്റ്റേറ്റായിട്ട് മാറിയത്. അന്ന് 13 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും 2022 ഓർമ്മിക്കണം, ഈ പദ്ധതി നിലവിൽ വരുന്ന വർഷം ലോഞ്ചിങ് ഇയറിൽ ആദ്യം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളുടെ 13 സംസ്ഥാനങ്ങളുടെ പട്ടികയിലുള്ള സംസ്ഥാനത്തിൻ്റെ പേര് രാജസ്ഥാൻ, അവിടെ മുഖ്യമന്ത്രിയായിരുന്ന നേതാവിൻ്റെ പേര് അശോക് ഗെഹ്ലോട്ട്, പ്രതിനിധീകരിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ്. അപ്പോൾ അശോക് ഗെഹ്ലോട്ട് കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ നാഷണൽ ഹെറാൾഡ് കേസിൽ EDയുടെ അന്വേഷണം വരുന്നു എന്ന് ഭയന്നുകൊണ്ടാണോ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഓർമ്മിക്കണം, NEP കുറിച്ച് പാർലമെന്റിലടക്കം വിമർശനം കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് ഒരു കഥ. രണ്ടാമത്തെ കഥയുണ്ട് ഹിമാചൽ പ്രദേശിൽ ഒപ്പുവെച്ചത് എന്താണ് എന്നുള്ളതിന് കൃത്യമായ ഡേറ്റ് ഇപ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷേ 2022 അധികാരത്തിൽ വന്ന സുഖവിന്ദർ സിംഗ് ആണ് അവിടെ അത് തുടർന്നു കൊണ്ടുപോകുന്നത്. 184 സ്കൂളുകൾ അവിടെ ഹിമാചൽ പ്രദേശിൽ പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതിയുടെ ഭാഗമായി 4ാം ഘട്ടത്തിലേക്ക് ഇതേ MOU, ഒരു മാറ്റവുമില്ലാത്ത MOU. അപ്പോൾ എന്തുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ഈ 184 സ്കൂളുകളിൽ ഇപ്പോഴും ഒരു ഘട്ടത്തിൽ നിന്നും പിന്മാറാതെ മുന്നോട്ട് പോകുന്നത്? ഇനി തെലങ്കാനയിലേക്ക് വന്നാൽ, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. അഭിമാന പുരസ്സരമാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ശ്രീ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി എന്നുള്ളത് എല്ലാ സ്കൂളുകളുടെയും സമ്പൂർണ്ണമായ ശാക്തീകരണം ഉറപ്പുവരുത്തുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ തെക്കേ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയായ ഈ രേവന്ത് റെഡ്ഡിയാണ്, അതും തെലങ്കാനയിൽ. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് പേജിൽ പോയാൽ പ്രേക്ഷകർക്ക് അത് കാണാം. അപ്പോൾ രേവന്ത് റെഡ്ഡിയും ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയും എന്തിനേറെ ഇപ്പോൾ വരുന്ന അശോക് ഗെഹ്ലോട്ടും, നേരത്തെ ഉണ്ടായിരുന്ന അശോക് ഗെഹ്ലോട്ടും ഈ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് വേണ്ടിയാണോ, എന്തെങ്കിലും കോംപ്രമൈസുകൾക്ക് വേണ്ടിയാണോ? അപ്പോൾ ആ ആരോപണം നിലനിൽക്കില്ല. മാത്രവുമല്ല, ഇപ്പോൾ UDF പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറും. എന്തേ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ പിന്മാറിയില്ല? സിദ്ധരാമയ്യ സർക്കാർ, അന്ന് BJP സർക്കാർ ഒപ്പുവെച്ചു പോയ കർണാടകയിലെ PMC പദ്ധതി കൂടുതൽ വേഗത്തിൽ കൂടുതൽ സ്കൂളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ ഇപ്പോൾ കർണാടകയിലെ DK ശിവകുമാർ സിദ്ധരാമയ്യ സർക്കാർ മുന്നോട്ട് പോകുന്നത്? കർണാടക NEP പൂർണ്ണമായി റദ്ദാക്കാനും സ്വന്തമായ ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കാൻ തീരുമാനിച്ചു. PMC പദ്ധതിയുടെ അവസ്ഥ എന്താ പറയൂ? PMC പദ്ധതി പൂർണ്ണമായി അതിൽ നിന്ന് പോയിട്ടില്ലെന്നല്ല, PMC പദ്ധതി പിൻവാങ്ങാൻ കഴിയില്ല ഇനി. കാരണം അവർ 3 ഘട്ടം കഴിഞ്ഞ് 4ാം ഘട്ടത്തിലേക്കാണ്. ഇനി 2 വർഷം കൂടി ആ പദ്ധതിയുള്ളൂ. പിന്നെ NEP പദ്ധതിക്ക് ബദലായിട്ട് മറ്റൊരു പദ്ധതി ഉണ്ടാക്കാമെന്ന്, അതിൻ്റെ മണ്ടത്തരം ഞാൻ പറഞ്ഞുതരാം, അതതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പ് ഇതാണ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നിലപാട്. അപ്പോൾ കേരളത്തിൽ ഒരു നിലപാടും മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റു നിലപാടും എന്ന നിലപാടുമായി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഇനി CPIയുടെ കാര്യം, അത് ന്യായീകരിക്കത്തക്കതാണ്. ഞാൻ വിശ്വസിക്കുന്നത് CPIയുടേത് ഈ വിഷയത്തിലേത് ഒരു സൈദ്ധാന്തിക നിലപാടാണ് എന്ന് തന്നെയാണ്. CPMൻ്റേതോ ഇപ്പോൾ മന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രായോഗികമായ നിലപാടാണ്. ഇത് രണ്ടും തമ്മിലുള്ളൊരു ക്ലാഷ് ഉണ്ട്. അതിനെ ആരോഗ്യകരമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അവിടെ മുന്നണി മര്യാദകൾ ബലികഴിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമായ നീതി CPIക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് വരുന്ന ദിവസങ്ങളിൽ ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഇടത് സർക്കാരിനെ വീഴ്ത്താനുള്ളൊരു അവസരമായി ആരും കണക്കാക്കണ്ട. അതിന് വെച്ച വെള്ളം പലരും വാങ്ങിവെക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത എക്സിക്യൂട്ടീവിൽ അക്കാര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ടാവും. കാരണം ചെയ്തിരിക്കുന്നത് അന്യായമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്ത് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത്, ഇതിനെ കേവലം CPI പോരായി ചിത്രീകരിക്കുന്നതിന് പിന്നിലൊരു ഗൂഢ അജണ്ടയുണ്ട്. എന്താണ് ആ ഗൂഢ അജണ്ട? അവിടെയാണ് എനിക്ക് സുജയ പാർവതിയോടുള്ള മറുപടി. പല വിധത്തിലും സംസ്ഥാനങ്ങളെ, അതും സാമ്പത്തികമായി സ്വാശ്രയത്വമില്ലാത്ത സംസ്ഥാനങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അർദ്ധ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ ഓരോ സംസ്ഥാനങ്ങളിലും ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് കാണുന്നത്. ഈ അർദ്ധ ഫാസിസ്റ്റ് എന്ന് തന്നെയാണ്. ഒറ്റ ചോദ്യമുള്ളൂ, അതിന് സുജയ്ക്ക് മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയൂ. സർവശിക്ഷാ അഭിയാനും ഈ പറയുന്ന പ്രൈം ശ്രീ പദ്ധതിയും തമ്മിൽ എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷത്തെ കുടിശ്ശിക 1158 കോടി രൂപ ഇപ്പോൾ നമുക്ക് റിലീസ് ചെയ്യാത്തത്? 2026 മുതൽ പൂർണ്ണമായും NEP വന്നാലേ SSK കിട്ടൂ. അത് ഞാൻ സമ്മതിച്ചു. അത് NEP വന്നാൽ മാത്രമേ കിട്ടൂ. അതും കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. അടുത്ത 2026 മുതൽ ഈ പറയുന്ന സർവശിക്ഷാ അഭിയാൻ കേരള വരണമെങ്കിൽ, നടപ്പാക്കണമെങ്കിൽ NEPയിലേക്ക് മാറേണ്ടി വരും. ഇനി വരും കാലങ്ങളിൽ NEPയിൽ നിന്ന് മാറി നിൽക്കുക ടെക്നിക്കലി സാധ്യമല്ല. അത്രമേൽ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ പൊരുതി നിൽക്കുമ്പോഴും
ഓരോ നിമിഷങ്ങളിലും പൊരുതിയെ വീഴുന്നത്. UAPA മുതൽ CAA മുതൽ ഓരോന്നിലും അയോധ്യ ബാബറി മസ്ജിദ് വിധി ഒന്നും അനുകൂലമായി വന്നിട്ടില്ല. എല്ലാ വിധികളും എല്ലാ നിലപാടുകളും ഒരു അർത്ഥ ഫാസിസ്റ്റ് സർക്കാരിന് അനുകൂലമായി നിൽക്കുമ്പോഴും അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മാറി നിന്നത്. തമിഴ്നാട് മാറി നിൽക്കുന്നത് ദ്വിഭാഷാ വിഷയത്തിലാണ്. ബാക്കി ഒരു വിഷയത്തിൽ അവർക്ക് എതിർപ്പില്ല. ദ്വിഭാഷാ വിഷയത്തിൽ കേരളത്തിന് വിഷയമുണ്ടോ? NEP-യുടെ കാര്യത്തിൽ അതാണ് പറയുന്നത്. ദ്വിഭാഷാ പദ്ധതി മാത്രമാണ് തമിഴ്നാടിന് പ്രശ്നം. വേണമെങ്കിൽ ദ്വിഭാഷ ഞാൻ വരാം. ദ്വിഭാഷാ വിഷയം മാത്രമാണ് ഒരു വിഷയം. ആ ദ്വിഭാഷാ വിഷയം മാറി നിർത്തി കഴിഞ്ഞാൽ അവരത് നടപ്പാക്കും. ഇവിടുത്തെ പ്രശ്നം ഇവിടെ നമുക്ക് ദ്വിഭാഷാ വിഷയമല്ല പ്രശ്നം. നമ്മളുടേത് കുറച്ചുകൂടി വിശാലമായ രാഷ്ട്രീയ വിഷയമാണ്. ആഴത്തിൽ ചർച്ച വേണ്ടതാണ്, ഫിലോസഫിക്കലായ ചർച്ച വേണ്ടതാണ്. NEP-യിൽ ഞാൻ NEP പൂർണ്ണമായി എതിർക്കുന്ന ആളല്ല. കാര്യം NEP-യിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ പവറുമായി ബന്ധപ്പെട്ട നിലപാട് തന്നെയാണ്. അധികാരത്തിലേക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പറയാം. ഞാൻ NEP-യിൽ ഓരോ ക്ലോസും എടുത്ത് ഞാൻ പറയാം. ഞാൻ ചർച്ച ചെയ്യുന്ന കാര്യം ഞാൻ NEP-യെ കുറിച്ച് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഞാനും ഈ വിഷയത്തിൽ ആദ്യം വളരെ സംശയത്തോടു കൂടിയാണ് കണ്ടത്. അതിൽ 70% അതിന്റെ ഘടനാപരമായി ഞാനിതിനെ അല്ലല്ല ബോധ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതിനകത്ത് വളരെ അപകടകരമായ ക്ലോസുകൾ ഉണ്ടായിരുന്നു. ആ ക്ലോസുകൾ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിക്കുന്നില്ല. NEP ഏതെങ്കിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടുണ്ടോ? ഈ ഘടനാപരമായി ഇപ്പോഴും ഈ 5, 3, 3, 4 എന്നുള്ള സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് നടപ്പിലാക്കാത്തത്? ഈ എക്സിറ്റ് വിഷയങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ഇൻഡിജീനിയസ് നോളജ് സിസ്റ്റം, അതാണ് ഇതിനകത്ത് ഏറ്റവും അപകടകരമായ കാര്യം. തദ്ദേശീയമായ പാരമ്പര്യ വിജ്ഞാന സംവിധാനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഈ പറയുന്ന സാധനം ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വരണം. ഈ പറയുന്ന ശാസ്ത്ര കോൺഗ്രസുകളിൽ പുഷ്പക വിമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. 2 പശുവിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഇരുന്നാൽ ഫ്രീക്വൻസി കേൾക്കണം. ഈ പരിപാടി കേരളത്തിൽ നടക്കൂല. അതുകൊണ്ടാണ് കേരളത്തിൽ നടക്കൂല. ഇവിടെ നിങ്ങളുടെ മന്ത്രിമാരല്ലേ പറയുന്നത്? ശാസ്ത്ര കോൺഗ്രസിൽ പ്രധാനമന്ത്രിയല്ലേ ഈ പറയുന്നത്? അത് നടപ്പിലാക്കാൻ കഴിയില്ല. സ്കൂളിൽ പറഞ്ഞിട്ടാണ്. കേൾക്കൂ, എന്തുകൊണ്ടാണ് ഗാന്ധിവധം ഒഴിവാക്കിയത്? ഗാന്ധിവധം ഒഴിവാക്കിയപ്പോൾ മുഗളിൻ്റെ രാജവംശത്തെക്കുറിച്ചുള്ള ചരിത്രം ഒഴിവാക്കിയത് എന്തിനാ? നമ്മൾ പഠിക്കണ്ടേ നമ്മുടെ കുട്ടികൾ? അത് ഒഴിവാക്കിയപ്പോൾ കേരളം ചെയ്തത് എന്താ? അതിനുവേണ്ടി പ്രത്യേക പാഠപുസ്തകം കൊണ്ടുവന്നു. അതിനുവേണ്ടി അഡീഷണൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. ആ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതിൽ വിശ്വാസമുണ്ട് എനിക്ക്. കാരണം 2 സാഹചര്യങ്ങളിൽ, ഒന്ന് ഗാന്ധിവധം ഒഴിവാക്കിയപ്പോൾ, മുഗൾ ചക്രവർത്തിയെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കിയപ്പോൾ അത് മറികടക്കാൻ വേണ്ടി SCERT സ്വന്തം നിലയിൽ ആ പാഠ്യഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ഏക സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ഒരു കാര്യം കൂടി, ഗവർണറെ കുറിച്ചുള്ള തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് ഗവർണറുടെ അധികാരത്തെക്കുറിച്ചുള്ള ഭാഗം കൂട്ടിച്ചേർക്കണമെന്ന് തീരുമാനിച്ചൊരു സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ്. ഇത് പോരാട്ടമാണ്, ഇത് പ്രതിരോധമാണ്. നിങ്ങളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയത്തിനെതിരെ പോരാടുമ്പോൾ സ്വാഭാവികമായി പല തലങ്ങളിലുള്ള പ്രതിരോധം വേണ്ടിവരും. നിങ്ങൾ തോറ്റുപോയേക്കാം, തോൽപ്പിച്ചു, വസ്തുതയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കേണ്ട സുജയ. ഇത് ഒരു ഫെഡറൽ സംവിധാനത്തെ പരാജയപ്പെടുത്തുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ചിരി എന്ന് പറയുന്നത് ഭരണഘടനയെ അട്ടിമറിക്കുന്നവർക്കുള്ള പ്രോത്സാഹനം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേവലം CPM CPA സംഘർഷത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണോ BJP ഉദ്ദേശിച്ചത്, എന്താണോ ഒരു അർത്ഥ ഫാസിസ്റ്റ് സംവിധാനം സാമ്പത്തികമായി സ്വാശ്രയത്വമില്ലാത്ത ഒരു സ്റ്റേറ്റിനെ പിഴിയാൻ തീരുമാനിച്ചത്, ആ പദ്ധതി വിജയിക്കുന്നു എന്നുള്ളതാണ് ഭയപ്പാട്. ഇനി ഞാൻ പറയാം, ഇനി പറയാം. സർക്കാരിന് ബോധ്യപ്പെട്ടു. എന്ത് ബോധ്യപ്പെട്ടു? 1158 കോടി രൂപയുടെ കാര്യം മാത്രമല്ല, വരുന്ന 5 വർഷങ്ങളിൽ NEP-യുടെ ഈ പറയുന്ന കമ്പോണന്റ് ഇല്ലാതെ നിങ്ങൾക്ക് സർവശിക്ഷാ അഭിയാൻ നടപ്പിലാക്കാൻ പറ്റില്ല. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനെ വിമർശിക്കുന്നവരുടെ മുന്നിലേക്ക് 2 വാർത്താശകലങ്ങൾ പറയാം. ഒന്ന് 2025 ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിലെ പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. 2015 ഓഗസ്റ്റ് മാസം പ്രൈം മിനിസ്റ്റർ സ്കൂൾ പദ്ധതിയുടെ പേരിൽ SSKക്ക് സർവശിക്ഷാ അഭിയാൻ കേരളയ്ക്ക് വേണ്ടി ഉള്ള ഫണ്ട് മുടങ്ങിയതോടെ വനമേഖലകളിലെ വിദ്യാർത്ഥികളുടെ സ്കൂൾ പഠനം പൂർണ്ണമായും നിലച്ചു. ഓർമ്മിക്കണം, 2025 ഓഗസ്റ്റ് മാസത്തിൽ, അതായത് ഈ പദ്ധതി ഒപ്പിടുന്നതിനും 2 മാസം മുമ്പ് കേരളത്തിലെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. 2025 ജൂലൈ 1 മനോരമ പത്രത്തിലെ റിപ്പോർട്ട്, SSKയിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്കും ജീവനക്കാർക്കും ജൂൺ മാസത്തെ ശമ്പളം മുടങ്ങും. ഏപ്രിൽ മാസമാണ് അവസാനത്തെ ശമ്പളം ലഭിച്ചത്. 22 മാസമായി PM-ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടാത്തതിനാൽ ഫണ്ട് ലഭിക്കുന്നില്ല. മനോരമ പത്രത്തിൻ്റെതാണ്. ഈ അവസ്ഥയിൽ ഒരു സംസ്ഥാന സർക്കാർ എന്താ ചെയ്യേണ്ടത്? ഇത് ആൾക്കാർ പറയുമല്ലോ, ഈ തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയാണോ? അല്ല, കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്ന സൂചിയ. കാരണം എന്താ പ്രശ്നം അറിയോ? പ്രശ്നം അതാണ് അപകടം. ഏറ്റവും വലിയ അപകടം അതാണ്. ഈ ഇതിൽ ഒപ്പിട്ടതോ ഇതിൽ CPയുടെ വിമർശനവും അല്ല. ഇതിൽ ഞാൻ ഭയക്കുന്നത് ആദ്യം പോയി ABVP കൊടുക്കുന്ന യുവമോർച്ചയുടെ ഒരു പ്രോത്സാഹനം എന്നുള്ളത് എന്തറിഞ്ഞിട്ട് ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാത്ത ABVP അഭിനന്ദനം ഞങ്ങൾക്ക് വേണ്ട സാർ. അത് കയ്യിൽ
ചെയ്താൽ മതി. ഒരു കാര്യം കൂടി. ചാണകം കോരി അപ്പോൾ മാറ്റിയിടും. ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്താ ശകലങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ PMC പദ്ധതി മുടങ്ങിയതോടെ 22 മാസമായി നമ്മളുടെ സർവശിക്ഷാ അഭിയാനിലെ ശമ്പള കുടിശ്ശിക അടക്കം ഈ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇനി 2026 മുതൽ SSK നടപ്പിലാക്കണമെങ്കിൽ NEP-യുടെ ഈ കമ്പോണന്റ് നടപ്പാക്കാതെ രക്ഷയില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ പാഠ്യപദ്ധതിയും തകിടമറിയും. അങ്ങനെയാണല്ലോ ഇപ്പോൾ ചർച്ച. ഇതാ കാവ്യവൽക്കരണം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ വളരെ കൃത്യമായി ഫ്രെയിംവർക്കിൽ പറയുന്നുണ്ട്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഓർ സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് SCF എന്ന് തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? SCRT-യുടെ ഞാൻ വിശ്വസിക്കുന്നത് SCRT-യുടെ സിലബസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിലും ഒരധ്യായം പോലും NCERT-യുടേതായിട്ട് വരില്ല. അഥവാ SCRT ആയിരിക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കരിക്കുലം മോണിറ്ററിംഗ് നടത്തുക. നമ്പർ 1 അത് തന്നെയാണ്. അതിനുള്ള അവസരമുണ്ട് ഇതിൽ. നിങ്ങൾ നോക്കൂ, NEP-യുടെ സെക്ഷൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. NEP പേജ് 17 സെക്ഷൻ 4 32 വളരെ കൃത്യമായി പാഠ്യപദ്ധതി തീരുമാനിക്കാനുള്ള അവകാശം കേരള സംസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ തെറ്റിദ്ധാരണയാണ്. NCERT-യുടെ പാഠപുസ്തകങ്ങളെ പഠിപ്പിക്കാവൂ. അല്ല, തെറ്റ്. കേരളത്തിലെ SCRT-യുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാം. ഇനി രണ്ടാമത്തത്, ഘടനാപരമായ മാറ്റമുണ്ടാകുമോ? നാളിതുവരെ ഇത് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനങ്ങളിലും, പ്രതിപക്ഷമുള്ള ഒരു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും NCERT-യുടെ പാഠപുസ്തകങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല. 2 അതിനെ ഘടനാപരമായി 5, 3, 3, 4 എന്നീ ഘട്ടങ്ങളിലേക്ക് വിന്യസിച്ചിട്ടില്ല. പക്ഷേ വേണ്ടി വരും. എങ്ങനെയാണ് വേണ്ടി വരിക? 2030 മുതൽ ഈ NEP-യുടെ ഭാഗമായിട്ടുള്ള ടീച്ചർ ട്രെയിനിങ് സെൻ്ററുകളായിരിക്കും നമുക്കിവിടെ ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായി ഇപ്പോഴുള്ള TTC സംവിധാനത്തെ പൂർണ്ണമായിട്ടും പൊളിച്ച് എഴുതുന്ന സംവിധാനം ഉണ്ടാവും. 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ് ഈ ഘട്ടത്തിലുള്ള ആദ്യ ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിങ് ഉണ്ടാവും. പരമ്പരാഗതമായ LP UP സംവിധാനം ഇല്ലാതാവും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രം മാറി നിൽക്കാൻ കഴിയില്ല. ഇത് സ്ലോലി എമർജിംഗ് ആണ്. പ്രതിഷേധിക്കേണ്ടി വരും. ഇത് കേന്ദ്രം പിൻവലിക്കുമെന്ന ധാരണയായിരുന്നു. കേന്ദ്രം പിൻവലിച്ചില്ല. കേന്ദ്രം മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്ക് സാമ്പത്തിക സ്വാശ്രയത്വം ഇല്ലാതെ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കേരളം പോലെ ഒരു സംസ്ഥാനത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിലിടപെടുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, എത്ര വിദഗ്ധമായിട്ടാണ് കേന്ദ്രം നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മികവ്, കേരളത്തിലെ കിഫ്ബി വഴി എല്ലാ വഴികളും അടഞ്ഞപ്പോൾ കിഫ്ബി വഴിയാണ് കേരളം വികസിക്കുന്നത് നോക്കി. കിഫ്ബിയുടെ കൊങ്ങയെ പിടിച്ചു. പെൻഷനാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് മനസ്സിലാക്കി പെൻഷൻ ഫണ്ടിൽ കയറി പിടിച്ചു. ഇവിടെ സ്കൂൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റിന് പോലും പറയേണ്ടി വരുന്നു, കേരളം 1-ാം സ്ഥാനത്ത് സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക വികസന സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ കാരണം വിദ്യാഭ്യാസമാണെന്ന് തിരിച്ചറിയുന്നു. വിദ്യാഭ്യാസത്തിന് കൊങ്ങയ്ക്ക് പിടിക്കുന്നു. ഈ ആരോഗ്യ മേഖലയിൽ ആയുഷ്മാൻ എന്ന് പറഞ്ഞ് കൊങ്ങയ്ക്ക് പിടിക്കുന്നു. ഇവിടുത്തെ കൃഷി ഉള്ള കൃഷിക്കാർക്ക് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഘട്ടത്തിൽ 2000 കോടി കുടിശ്ശികയിട്ട് നെൽ കർഷകരെ കഷ്ടപ്പെടുത്തി. അന്ന് പാഡി റിസീപ്റ്റ് ഇറക്കിയാണ് അന്ന് ആ കർഷകരെ രക്ഷിച്ചത്. ആത്മഹത്യകളുടെ എണ്ണം കുറച്ചത് അങ്ങനെയാണ്. പല BJP സംസ്ഥാനങ്ങളിലും അങ്ങനെയാണോ സ്ഥിതി? അതല്ലല്ലോ. അപ്പോൾ വാസ്തവം അറിയാതെ നമ്മൾ സംസാരിക്കരുത്. അതിൻ്റെ അർത്ഥത്തിൽ ഘടനാപരമായോ അക്കാഡമിക് കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായോ ഈ PMC പദ്ധതി കൊണ്ട് നേരിട്ടൊരാഘാതവും ഏൽപ്പിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. അത് ജാഗ്രതയോടുകൂടി നമ്മൾ ഇരിക്കുന്ന പക്ഷമാണ്. ഇനി അതല്ല, പൂർണ്ണമായും കീഴടങ്ങാനാണെങ്കിൽ അങ്ങനെ. പക്ഷേ അതിന് ഈ മന്ത്രിയുടെ വാക്കുകളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം പല പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും നോക്കൂ, കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിൽ 11 ലക്ഷം പുതിയ വിദ്യാർത്ഥികളെയാണ് പൊതുവിദ്യാലയത്തിലേക്ക് നമ്മുടെ സംവിധാനം കൊണ്ടുവന്നത്. അവിടെ അവിശ്വസിക്കേണ്ട സാഹചര്യമുണ്ടോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു വർഗീയ ഫാസിസ്റ്റ് അജണ്ടയും സിലബസിൽ വരുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച് അതിനെതിരെ ശക്തമായി പ്രതിരോധം തീർക്കുന്ന ഈ സർക്കാരിൽ, ഈ വിദ്യാഭ്യാസ മന്ത്രിയിൽ വിശ്വസിക്കാമെങ്കിൽ ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പ്രവേശിക്കരുതെന്ന് ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് അന്യായമായി ഒരു വിധി ഇറക്കുമ്പോൾ, ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഹൈക്കോടതി വിധി ആകും എന്നറിഞ്ഞിട്ടുകൂടി രാഷ്ട്രീയമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു മന്ത്രി നമുക്കുണ്ടാവുമ്പോൾ അങ്ങനൊരു നിലപാടിൻ്റെ പേരിൽ നമ്മൾ ഈ വിഷയത്തെ CPM ആയി ലഘൂകരിക്കരുത് എന്നതാണ് എൻ്റെ വിഷയം. കാരണം ഇതിലൂടെ രക്ഷപ്പെടാൻ പോകുന്നത് BJP എന്ന ഒരു ഭരണകൂടം, ഒരു അർദ്ധ ഫാസിസ്റ്റ് ഭരണകൂടം ഫെഡറൽ തത്വങ്ങൾ ബലികഴിച്ച് എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നത് എന്നതിൻ്റെ വിശാലമായ വിഷയമായിരിക്കും. ജാഗ്രത നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ ഭാഗമായി ഇനി വരാൻ പോകുന്ന സ്കൂൾ ക്വാളിറ്റി അസസ്മെൻറ്റ് ഫ്രെയിംവർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന SQAF-ൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന മോണിറ്ററിംഗ് സംവിധാനം, അതിൽ BJP-യുടെ പ്രാതിനിധ്യം ഉണ്ടാവുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ സംഭവിച്ചതുപോലെ സംഭവിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് പോകാം. ഇപ്പോൾ മാത്രമേ പ്രതിപക്ഷത്തിന് ഇത് മനസ്സിലായുള്ളൂ. നമ്മളിവിടെ സംസ്ഥാനത്തിൽ NEP-യുടെ 30% നടപ്പിലാക്കിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. അതിൻ്റെ പേര് PM ഉഷ പദ്ധതി എന്നാണ്. റൂസയുടെ 3-ാം ഘട്ടം. അന്ന് ആർക്കും വിമർശനം ഉണ്ടായില്ലല്ലോ. സാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് NEP-യുടെ ഭാഗമായിട്ടുള്ള 4 വർഷ കോഴ്സുകളിൽ പഠിക്കുകയാണ് കേരളത്തിലെ കോളേജുകളിൽ. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് NEP. ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഈ പറയുന്ന റൂസയുടെ 4-ാം ഘട്ടമായ PM ഉഷ പദ്ധതിയിലാണ്. അപ്പോൾ ഇവിടെ ഇത് ഒരു CPM തർക്കമായിട്ട് മാറ്റാനുള്ള ചില ആളുകളുടെ ശ്രമം മാത്രമാണ്. പക്ഷേ CPI വിഷയം അറിയിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ആവശ്യം ന്യായമാണ്. ഒരു മുന്നണി മര്യാദ അതിനകത്ത് പാലിക്കേണ്ടിയിരുന്നു CPM എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതെന്തുകൊണ്ട് പാലിച്ചില്ല എന്നത് ഇനിയും എനിക്ക് വ്യക്തമല്ല. അത് തന്ത്രം എന്നാണ് മന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതെന്ത് തന്ത്രമാണെങ്കിലും CPI കൂടി അത് വിശ്വാസത്തിലെടുക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ
ടേക്ക് ഈ വിഷയത്തിൽ. അസാധാരണമാണ് പ്രതിഷേധം എന്നതാണ് എൻ്റെ കോൾ. Meet the editors.